ഹലോ ഫ്രണ്ട്സ്, സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് ആണ് കേട്ടോ. രാവിലെ 5:30 മുതൽ രാത്രി വരെയുള്ള ഒരു മുഴുവൻ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് തന്നെ സുബഹിസ്കാരം കഴിഞ്ഞ് ഒരു 5:30 ആയപ്പോഴേക്ക് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പത്തിരിയും വെജിറ്റബിൾ കുറുമക്കറിയും അതേപോലെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം അതൊക്കെ ഒരുമിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കാരണം അച്ചുവിന് 7 മണിയാകുമ്പോഴേക്ക് ഒരുങ്ങി മാറ്റി നിൽക്കണം. അവൾക്ക് ഒരു 7:15 ആകുമ്പോഴേക്ക് വണ്ടി വരുവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കും കേട്ടോ. രാവിലെ അച്ചുവിന് 8:15 കേട്ടോ ക്ലാസ് തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഒരു 7:15 ആകുമ്പോഴേക്ക് വണ്ടി വരും. അതിന് മുമ്പായിട്ട് ഷിനു മദ്രസ് പോവും. ഓക്ക് 6:30 കേട്ടോ മദ്രസ്. അതിന് ശേഷമാണ് ഞാൻ അച്ചുവിനെ റെഡിയാക്കുക. അങ്ങനെ വേഗം ആദ്യം അച്ചുവിന് കഴിക്കാനുള്ളതും ലഞ്ചിന് കൊണ്ടുപോകാനുള്ളതും കേട്ടോ ആദ്യം റെഡിയാക്കി എടുക്കുക. പിന്നെ അച്ചു പോയതിൻ്റെ ശേഷമാണ് ബാക്കിയൊക്കെ ഉണ്ടാക്കുക. ബാക്കി ഉണ്ടാക്കുക വെച്ചാൽ കറിയൊക്കെ അപ്പോഴേക്ക് റെഡിയാവും. പിന്നെ പത്തിരി മാത്രമേ ചുട്ടെടുക്കാനുണ്ടാവുള്ളേ. കാരണം എനിക്ക് ആ സമയത്ത് മുഴുവൻ പത്തിരി ചുട്ടെടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അച്ചുവിന് നമ്മൾ മാറ്റി ഒരുക്കി കൊടുക്കണമല്ലോ. കുളിയൊക്കെ അവൾ ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷേ ഭക്ഷണം കഴിക്കാനൊക്കെ ഞാൻ വാരി കൊടുക്കട്ടെ ചെയ്യുക. അത് ഭയങ്കര മടിയാണ്. അപ്പോൾ അവൾ ഒറ്റയ്ക്കാവുമ്പോൾ സാവധാനം കഴിക്കുള്ളൂ. അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ വാരി കൊടുക്കും. അതുപോലെ യൂണിഫോം അയൺ ചെയ്യുക, അതൊക്കെ ചില ദിവസം ഞാൻ തലേന്ന് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ആയിട്ട് ചെയ്യുക. അപ്പോൾ അതും കൂടെ ഒരു തിരക്കായിരിക്കും. ചില ദിവസം രാത്രി ചെയ്തെക്കാനൊരു മടിയാവും. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ആ സമയത്ത് ചെയ്തെടുക്കണം. പിന്നെ അനീഫ്ക വീട്ടിലുള്ള ദിവസമാണെങ്കിൽ പിന്നെ അച്ചുവിന് ഫുഡ് കൊടുക്കുകയൊക്കെ അനീഫ്ക ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അതും കൂടെ ഒരു ഹെൽപ്പാവും. അങ്ങനെ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അച്ചുവിനെ ഒരുക്കിയിട്ടുണ്ട്. അവൾക്ക് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഡൗട്ടുകളായിരിക്കും അവൾക്ക്. അവൾ ഡിജിറ്റൽ ഫെസ്റ്റിന് സ്പീച്ചിനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ സോക്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം അവളുടെ വണ്ടി വരാനായപ്പോൾ റോഡിലേക്ക് പോവുകയാണ്. അടുത്തേക്ക് തന്നെ വണ്ടി വരും കേട്ടോ, മെയിൻ റോഡിലേക്കൊന്നും പോവണ്ട. അങ്ങനെ പിന്നെ അച്ചു പോയതിൻ്റെ ശേഷം ഞാനിപ്പോൾ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ ഇവിടുത്തെ പരിപാടികളൊക്കെ. എനിക്ക് ഇപ്പോഴേ സമയം കിട്ടുള്ളൂ. അവരെണീറ്റ പാടൊന്നും ഇതിന് സമയം കിട്ടൂല. അവരൊക്കെ എണീറ്റ് പോയി കഴിഞ്ഞാൽ ബെഡിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. തലയണയും പുതപ്പൊക്കെ ഇതുപോലെ വാരി വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് കർട്ടനൊക്കെ ഒന്ന് നീക്കി വെച്ചു. ഇനിയിപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ തലയണൊക്കെ അപ്പുറത്തെ ബെഡ്മത്തവും കൂടെ അപ്പുറത്ത് കൊണ്ടുവന്നിടുക. ഷിനു കുറേ അപ്പുറത്ത് കിടക്കും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ അവൾ തലയണയും പുതപ്പൊക്കെ ആയിട്ടാണ് വരിക. അതാണ് ബെഡിൽ നിറയും തലയണയൊക്കെ. അങ്ങനെ ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇനിയിപ്പോൾ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. അധിക ദിവസം ഈ ഒരു റുട്ടീൻ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ക്ഷീണമോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലൊക്കെ വ്യത്യാസം വരും. എന്നാലും മാക്സിമം ഇങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ എത്ര പണിയുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. കിച്ചണിലെ പാത്രം കഴുകലും അതുപോലെ തന്നെ അടിച്ചു വാരലൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടോ. കാരണം വീഡിയോ എടുക്കലും അതിൻ്റെ ഇടയിൽ നമ്മുടെ പണികളൊക്കെ കൂടെ ആയിട്ട് ചിലതൊക്കെ ഞാൻ മറന്നു പോവും. അങ്ങനെ ഇനിയിപ്പം തുടച്ച് ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അടുക്കള വരെ തുടച്ച് വെക്കും. ഇനിയിപ്പം ബാക്കിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുക വർക്ക് ഏരിയ എന്നാണ്. പക്ഷേ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം ഇന്ന് പുറത്ത് പോവാണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ട, പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ എടവണ്ണപ്പാറയിലേക്കാണ് വന്നത്. അവിടെ ഒരു കടയിൽ കയറി എനിക്ക് ഇവിടുന്ന് 1-2 ഐറ്റംസുകൾ വാങ്ങിക്കാനുണ്ട്. ചെറിയൊരു ട്രിപ്പ് ഉണ്ട് കേട്ടോ, വലുതൊന്നുമല്ല, മക്കളൊന്നുമില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് പോകുന്നൊരു ട്രിപ്പാണ്. പക്ഷേ അനീഫ്ക കൂടെ ഉണ്ട് കേട്ടോ. അനീഫ്കൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അനീഫ്ക കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ പർച്ചേസൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നതാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ടെക്സ്റ്റൈൽസിൽ കയറി ടോപ്പൊക്കെ ഒന്ന് നോക്കി. പക്ഷേ നല്ലതൊന്നും ഒരു പാകമുള്ളതൊന്നും കിട്ടാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അനീഫ്കൻ തിരിച്ചു പോന്നു. അനീഫ്കൻ്റെ വലിയ പെങ്ങളുടെ മരുമോൾ ഇന്ന് ദുബായിലേക്ക് പോകണം. അപ്പോൾ അവിടെ ഒന്ന് കയറണം. അവിടെയും കൂടെ കയറിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പോരുമ്പോൾ ഫുഡ് വാങ്ങിച്ചിട്ട് പോന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. ഒരു മഗ്‌രിബ് കഴിഞ്ഞ് ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. രാത്രിയിലേക്ക് ഫുഡ് വേണമല്ലോ, ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ രാത്രിയിലേക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചില സമയം അധികം പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇന്നിപ്പോൾ പുറത്തുനിന്ന് ഉച്ചക്കും കഴിച്ചുകൊണ്ട് പിന്നെ ഇതൊക്കെ ക്ലാസ് പോകുമ്പോൾ ഒക്കെ ഉച്ചയ്ക്ക് അധികം പുറത്തുനിന്നാണ് കഴിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയും കൂടി പുറത്തുനിന്ന് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി ഒരു അടുപ്പത്തും നെയ്ച്ചോറ് അടുപ്പത്തും പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ റെഡിയായി ഏകദേശം ഒരു 8 മണിയായപ്പോഴേക്ക് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അവരെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പ്ലേറ്റൊക്കെ ഇവിടെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ടൊക്കെ അത് കഴുകിയെടുക്കണം. എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനും ഷിനു അച്ചും നേരത്തെ തന്നെ ഫുഡ് കഴിക്കും. പക്ഷേ ഇത് കുറച്ച് വൈകിട്ടാണ് കഴിക്കുക. അവൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ നേരം വൈകും. പിന്നെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവന് ഫുഡ് കഴിക്കുക. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിടണം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഇനിയിപ്പോൾ റാക്കൊക്കെ ഒന്ന് തുടച്ചിട്ട് അതുപോലെ തന്നെ സിങ്കൊക്കെ ഒന്ന് കഴുകി ഇടുന്നുണ്ട്. അപ്പോഴൊക്കെ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ചുവിന് ഷിനിയൊക്കെ ഉറക്കാൻ കിടത്തണം. കാരണം അവർക്ക് നാളെ മദ്രസ സ്കൂളൊക്കെ ഉണ്ടല്ലോ. അപ്പം അവർ നേരത്തെ കിടക്കും. ഞങ്ങൾ കുറച്ച് വൈകിട്ടായിട്ട് കിടക്കുക. നമ്മൾ കിടക്കുമ്പോൾ ഒരു 10:30 ആവും.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.